പരാജയപ്പെട്ട് കഴിയുമ്പോൾ ഞാൻ 23-ാം തീയതി ശ്രീ എം വി ഗോവിന്ദൻ്റെ പത്രസമ്മേളനത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. എന്തു പറയും? പാർട്ടിക്ക് ബന്ധമില്ലെന്ന് പറയാൻ പറ്റും. പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പറാണ്. സർക്കാരിന് ബന്ധമില്ലെന്ന് പറയാൻ പറ്റും. മുൻ MLA ആണ്. ഈ സർക്കാർ കഴിഞ്ഞ സർക്കാരിൻ്റെ എല്ലാ ചെയ്തികളെയും വല്ലാതെ ന്യായീകരിച്ച ഒരാളാണ്. അപ്പോൾ അതൊന്നും പറഞ്ഞിരിക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനൊരു കാൻഡിഡേറ്റ് ശ്രീ എം സ്വരാജ് അല്ല ശ്രീ എം വി ഗോവിന്ദൻ മാഷിനെ മത്സരിക്കണം എന്നായിരുന്നു നമ്മുടെ ആഗ്രഹം. കാരണം അത് ഇങ്ങനെ ഉത്തരവാദിത്തപ്പെട്ട ആൾ മത്സരിക്കട്ടെ. താങ്ക് യു. മത്സരിക്കാൻ ആഗ്രഹമുള്ള പക്ഷേ കയ്യിൽ പൈസയില്ല. അദ്ദേഹത്തിന്റെ കയ്യിൽ പണമില്ലെന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ CPM എന്ന് പറയുന്ന പാർട്ടി അദ്ദേഹത്തെ കൊള്ളയടിച്ചു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. നല്ല സമ്പന്നനായിരുന്ന ഒരു മനുഷ്യനായിരുന്നു 9 വർഷക്കാലം മുൻപ് വരെ ശ്രീ PV അൻവർ. ആ 9 വർഷക്കാലം മുൻപ് സമ്പന്നനായിരുന്ന ഒരു മനുഷ്യനെ CPM എന്ന് പറയുന്ന കൊള്ളക്കാർ കൊള്ളയടിച്ചത് കൊണ്ടായിരിക്കണം അദ്ദേഹത്തിന് 9 വർഷത്തിന് ശേഷം പണമില്ലാതായത്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ വരെയാണ് ആ മനുഷ്യനെ ദ്രോഹിച്ചിരിക്കുന്നത്. കഷ്ടം. CPM ഒരു സ്ഥാനാർത്ഥി ഉണ്ടാക്കി കൊടുത്തു എന്നുള്ളൊരു ക്രെഡിറ്റ് ഇപ്പൊ നിൽക്കുന്നുണ്ട്. BJPക്ക് ഒരു കാൻഡിഡേറ്റ് ഇല്ലാതിരിക്കുകയാണ്. BJPക്ക് കാൻഡിഡേറ്റ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിൽ പ്രത്യേകിച്ച് എന്തെങ്കിലും റെലവൻസ് ഉള്ളൊരു മണ്ഡലമൊന്നുമല്ല നിലമ്പൂർ. പിന്നെ BJPയുടെ ലീഡർഷിപ്പ് ആഗ്രഹിക്കുന്നത് CPM നോട്ട് ചെയ്യണമെന്നാണ്. പക്ഷേ ലീഡർഷിപ്പ് ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും താഴെത്തട്ടിലെ പ്രവർത്തകർ ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ലല്ലോ. പാലക്കാട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കൾ ആഗ്രഹിച്ചത് BJPക്ക് വോട്ട് ചെയ്യണമെന്നോ പ്രവർത്തകർ വോട്ട് ചെയ്തില്ലല്ലോ. എന്ന് പറയുന്ന പോലെ നേതാക്കന്മാർ എന്തെല്ലാം തീരുമാനമെടുത്താലും എന്ത് തീരുമാനമെടുത്താലും പ്രവർത്തകർ ഇവിടെ പ്രവർത്തകർ എന്ന് പറയുന്നത് മനുഷ്യന്മാരല്ലേ, സാധാരണക്കാരല്ലേ എല്ലാ പാർട്ടിയുടെയും. ഞാൻ ചോദിക്കുന്നത് CPMന്റെ പ്രവർത്തകർക്കും ഇവിടുത്തെ കറണ്ട് ചാർജിൽ കുറവൊന്നുമില്ലല്ലോ, വെള്ള ചാർജിൽ കുറവൊന്നുമില്ലല്ലോ. അവരെയും ഈ കാട്ടുമൃഗങ്ങൾ കൃഷി നശിപ്പിക്കുന്നുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് ആ പ്രശ്നങ്ങളെല്ലാം ചർച്ച ചെയ്യപ്പെടും. ഭരണവിരുദ്ധ വികാരം ഇവിടെ നിലനിൽക്കുന്നുണ്ട്. ആധികാരികമായി ചെയ്യേണ്ടത് അങ്ങനെ BJPക്ക് ഇവിടെ ആരെങ്കിലും മത്സരിച്ചു കഴിഞ്ഞാൽ, ആര് മത്സരിച്ചാലും, ഇന്ത്യയുടെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി വന്ന് മത്സരിച്ചാലും എന്തെങ്കിലും ഒരു പ്രസക്തിയുള്ള മണ്ഡലമല്ല നിലമ്പൂർ. അപ്പോൾ അതുകൊണ്ട് അതിനകത്ത് പ്രസക്തിയില്ല. എന്തായാലും സന്തോഷമുണ്ട്. നിങ്ങളെല്ലാം കൂടെ CPMന്റെ സ്ഥാനാർത്ഥിയെ മത്സരിപ്പിച്ചതിൻ്റെ ക്രെഡിറ്റ് എനിക്ക് തന്നതിനകത്ത് സന്തോഷമുണ്ട്. അപ്പോൾ അദ്ദേഹത്തെ പരാജയപ്പെടുത്തി കഴിയുമ്പോൾ അതിൻ്റെ ക്രെഡിറ്റ് കൂടി തന്നാൽ മതി. സന്തോഷം. കുറച്ച് ഈ സ്വരാജിനെ വിളിച്ചില്ലായിരുന്നെങ്കിലേ ഒരു ദുർബലമായ സ്ഥാനാർത്ഥി വന്നാൽ UDF വിജയം എളുപ്പമായിരുന്നല്ലോ. അപ്പോൾ വിളിക്കേണ്ടെന്ന് തോന്നുന്നു. അങ്ങനെ എന്തിനാ എളുപ്പമാകുന്ന എന്തിനാ? അന്നേരം അവരെന്താ പറയുക? ഇപ്പോൾ ഏതൊക്കെയോ ഡോക്ടർമാരുടെയൊക്കെ കാല് പിടിക്കാൻ പോയല്ലോ. അന്നേരം പറയാം ആ ഡോക്ടർ ചികിത്സിച്ച രോഗികളെല്ലാം കൂടെ എതിരായതാണെന്ന് അന്ന് പറഞ്ഞു കളയും. അന്നേരവും പിണറായി വിജയൻ സേഫാണ്, സർക്കാർ സേഫാണ്. ഇനിയിപ്പോൾ ഒന്നും പറയാനില്ലല്ലോ. പരാജയപ്പെട്ട് കഴിയുമ്പോൾ ഞാൻ 23-ാം തീയതി ശ്രീ എം വി ഗോവിന്ദൻ്റെ പത്രസമ്മേളനത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. എന്തു പറയും? പാർട്ടിക്ക് ബന്ധമില്ലെന്ന് പറയാൻ പറ്റും. പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പറാണ്. സർക്കാരിന് ബന്ധമില്ലെന്ന് പറയാൻ പറ്റും. മുൻ MLA ആണ്. ഈ കഴിഞ്ഞ സർക്കാരിൻ്റെ എല്ലാ ചെയ്തികളെയും വല്ലാതെ ന്യായീകരിച്ച ഒരാളാണ്. അപ്പോൾ അതൊന്നും പറഞ്ഞിരിക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനൊരു കാൻഡിഡേറ്റ് ശ്രീ എം സ്വരാജ് അല്ല ശ്രീ എം വി ഗോവിന്ദൻ മാഷിനെ മത്സരിക്കണം എന്നായിരുന്നു നമ്മുടെ ആഗ്രഹം. കാരണം അത് ഇങ്ങനെ ഉത്തരവാദിത്തപ്പെട്ട ആൾ മത്സരിക്കട്ടെ. താങ്ക് യു.